മഴ ശക്തമാവുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമ്പോൾ തന്നെ പല തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. മണ്ണിടിഞ്ഞ് വീണും, വീടിന്റെ മതിലിടിഞ്ഞ് വീണും, അതുപോലെ തന്നെ മരം കടപുഴകി വീണും ഒക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിലാണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞിരിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ ജംഷീർ കൊടിഞ്ഞു നൽകും. ജംഷീർ, എപ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്? അതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണോ? ദിവ്യ, 10 മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്താണ് മണ്ണ് ഇടിയുന്നത്. ഇത് പ്രധാന പാത, അതായത് പരപ്പനങ്ങാടി ഇപ്പോൾ മണ്ണ് ഇടിയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത് പ്രധാനപ്പെട്ട ഒരു പാതയാണ്. പിന്നെ പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാനം, അതെന്ന് വെച്ചാൽ മലപ്പുറം പരപ്പനങ്ങാടി മഞ്ചേരി റൂട്ടിലുള്ള പ്രധാനപ്പെട്ട പാതയാണ്. പാണക്കാടിനടുത്ത് ഇടയിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ കാരാത്തോടിനും ഇടയിപ്പാലത്തിനും ഇടയിലുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നേരത്തെ മണ്ണെടുത്ത ഒരു പ്രദേശമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ അല്പം മുമ്പ് ഈ തെങ്ങും മരങ്ങളും ഉൾപ്പെടെയുള്ളവ ഇങ്ങോട്ടേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് റോഡിലേക്കാണ് ഇപ്പോൾ മണ്ണുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിട്ടില്ല. ആളുകൾ, ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അവർ നിയന്ത്രിക്കുകയാണ് ഗതാഗതം. കാരണം പൂർണ്ണമായും മണ്ണ് റോഡിലേക്ക് എത്തിയിട്ടില്ല, ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും നാട്ടുകാർ നിന്നുകൊണ്ട് വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് രാവിലെ മുതൽ പുലർച്ചെ മുതൽ അതിശക്തമായ മഴ മലപ്പുറത്ത് വിവിധ ഭാഗങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നേരത്തെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരല്പം മഴയ്ക്ക് ശമനമുണ്ടായിരുന്നു, രാത്രിയും അല്പം ശമനമുണ്ടായിരുന്നു. പക്ഷേ രാവിലെയോടുകൂടി, അതായത് പുലർച്ചയോടുകൂടി തന്നെ മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ മലപ്പുറത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ പലയിടങ്ങളിലും ഇന്നലെ വെള്ളം ഇറങ്ങിയ ഭാഗങ്ങളിലൊക്കെ തന്നെ വീണ്ടും വെള്ളം കയറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പാണക്കാടാണ്. പാണക്കാടിനും അതോടൊപ്പം തന്നെ പാണക്കാടിന് സമീപമുള്ള ഇടയിപ്പാലം എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ ആണ് ഇപ്പോൾ റോഡിലേക്ക് മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആശങ്ക. മണ്ണിടിഞ്ഞ ഭാഗത്ത് എന്തോ നിർമ്മാണ പ്രവൃത്തികൾ എന്തോ നടക്കുന്നുണ്ടായിരുന്നോ? റോഡിലേക്ക് വലിയ രീതിയിൽ ചെളി നിറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തോ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ നേരത്തെ JCB ഉപയോഗിച്ച് പണി നടന്നതിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാറ പൊട്ടിച്ചതിന്റെയൊക്കെ ലക്ഷണങ്ങൾ കാണുന്നു. ഈ പ്രദേശത്തെ ആളുകൾ ഇപ്പോൾ ഇത് എപ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത്? ഇത് ഇന്നലെ മുതൽ തന്നെ പൊട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോ ഇതിന്റെ മുമ്പ് ഇവിടെ കഴിഞ്ഞ വർഷത്തിൽ ഇവിടെ ഒന്നായിട്ട് റോഡിലേക്ക് മരടക്കം അത്യാവശ്യം പൊട്ട് സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ ഇപ്പോൾ ഇത് കട്ട് ചെയ്തതിന്റെ ശേഷം ഇവിടെ ഒരു റീറ്റെയിൻ വാൾ പോലും ചെയ്തിട്ടില്ല. അപ്പോ അതിന്റെ ബാക്കിൽ ആ കട്ട് ചെയ്ത മണ്ണിന്റെ ഭാഗമാണ് ഇപ്പൊ ഇത് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വരാണ്ട്, മുകളിൽ നിന്ന് അത്യാവശ്യം ഉണ്ട്, മണ്ണിന്റെ ഏരിയ അത്യാവശ്യം ഉണ്ട്. അത് നന്നായിട്ട് വരാം. ഈ ഭാഗം പാറന്റെ ഏരിയ ആണ്, അത് വല്ലാതെ വിഷയമുണ്ടല്ലോ. ആ ഭാഗത്തുനിന്ന് അത്യാവശ്യം മണ്ണ് വരാനുണ്ട്. JCB നിർമ്മാണത്തിന്റെ ഒരു പകുതിഘട്ടത്തിൽ നിർത്തിയത് വെച്ചാൽ തോന്നുന്നു, അറിയില്ല. പക്ഷെ ആ മണ്ണിന്റെ ഭാഗമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രാവിലെ ഇപ്പൊ ആ തെങ്ങിന്റെ ഭാഗമൊക്കെ ഇപ്പൊ ഇന്ന് രാവിലെ വന്നാണ്. ഇന്നലെയും വന്നിട്ടുണ്ട്, ഇനിയും വരാൻ സാധ്യതയുണ്ട്. മഴ കൂടുകയാണെങ്കിൽ എന്തായാലും വരും. വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മൾ വേറെ റോഡ് തിരിച്ച് വിടേണ്ട ഒരു അത്യാവശ്യ സാഹചര്യമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും വാഹനങ്ങൾ കടന്നു പോകണം. എപ്പോഴാണ് ഇത് അപകടം വരാമെന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ജാഗ്രത പുലർത്തിയിട്ട് കാര്യമില്ല. ഇപ്പോൾ അടിയന്തരമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് വാഹനങ്ങൾ മറ്റു റോഡുകളിലേക്ക് തിരിച്ചുവിടുക. വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ മറ്റു റോഡ് വഴി തിരിച്ചുവിടാനുള്ള ഒരു സംവിധാനം നമ്മൾ ഗവൺമെന്റ് മറ്റുള്ള ആളുകൾ ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം ഇത് എപ്പോഴും അപകടം സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും ഇപ്പം ഇവിടെ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗത്ത് നിരവധി മരങ്ങളും തെങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പതിച്ചിട്ടുണ്ട്. പക്ഷേ മുകളിൽ വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് മുകളിൽ ഇപ്പോഴും മണ്ണ് ഇടിയുന്നു എന്നുള്ള, അവിടെ വലിയൊരു മണ്ണുള്ള പ്രദേശമാണ്. ഇപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ മുകളിലെ തെങ്ങ് പോലുള്ള പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ തന്നെ. അത് ആ മണ്ണും തെങ്ങും മരങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് പതിച്ചിട്ടുണ്ട്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഏരിയ ആണെന്നാണ് പറയുന്നത്. ഇന്നലെ മുതൽ തന്നെ ചെറിയ തോതിൽ മണ്ണ് ഇടിച്ചിലുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ ശക്തമായ മഴ വന്നതോടുകൂടിയാണ് ഇത് റോഡിലേക്ക് ഇടിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇത് സംസ്ഥാന പാതയാണ്, അത് പ്രധാനപ്പെട്ട പാതയാണ്. പരപ്പനങ്ങാടി, മലപ്പുറം, മഞ്ചേരി ുള്ള പ്രധാനപ്പെട്ട ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും റോഡിലൊക്കെ നിറച്ച് ചെളിയാണ്, ഇങ്ങോട്ടേക്ക് മണ്ണ് ഒലിച്ചു വരുന്നുണ്ട്. പക്ഷേ ഏത് നിമിഷവും വലിയൊരു അപകടം സംഭവിക്കാം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ
ഗതാഗതം നിയന്ത്രിക്കുന്നതിനടക്കമുള്ള അല്ലെങ്കിൽ ഗതാഗതം വഴി തിരിച്ചുവിടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണം എന്നുള്ള കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രദേശവാസികളതാ ഇപ്പോഴും മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നാട്ടുകാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവർ വാഹനം നിയന്ത്രിക്കുകയാണ്. വാഹനങ്ങൾ ഓരോ വലിയ രീതിയിൽ വെള്ളവും ചെളിയും ഒക്കെ ഒഴുകി വരുന്നത് കാണുന്നുണ്ട്. വലിയ ഒരു മണ്ണിടിച്ചിൽ തന്നെ എന്ന് വേണം മനസ്സിലാക്കാൻ. സമീപത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടോ ജംഷീർ? ഈ ഭാഗത്ത് വീടില്ല. ഇതിന് തൊട്ട് താഴെ കടലുണ്ടിപ്പുഴയാണ്. പക്ഷേ ഇത് റോഡാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വാഹനങ്ങൾ ഇപ്പോൾ ഇതിൽ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രധാന പാതയായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വലിയ അപകടങ്ങളിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. ഇതിന് തൊട്ട് താഴെയായിട്ട് കടലുണ്ടിപ്പുഴയാണ്. ഇവിടെ ഈ ഭാഗത്ത് വീടുകളില്ല. പ്രധാനമായും ഈ റോഡ് മാത്രമാണുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഈ ഗതാഗതം ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യത്തിൽ ഈ മണ്ണിടിച്ചിൽ അത് വലിയ ഒരു ദുരന്തത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. മുകളിൽ ഇപ്പോഴും വെള്ളം കുത്തിയൊലിച്ച് വരുന്നുണ്ട്. ആ വെള്ളത്തിന്റെ ഒരു ഒഴുക്കിനൊപ്പമാണ് ഈ മണ്ണും വരുന്നത്. മഴയ്ക്ക് ചെറിയ തോതിൽ ശമനം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ മറ്റു പ്രശ്നങ്ങളില്ലാത്തത്. മഴ ഒരു പക്ഷേ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മുകളിൽ ഒരു ഭാഗത്ത് പാറയാണ്. പക്ഷേ ഈ ലെഫ്റ്റ് സൈഡിൽ ഇടത്തെ ഭാഗത്ത് മണ്ണുള്ള പ്രദേശമാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ മണ്ണിടിയുന്നത്. ഇന്നലെ വരെ നിന്നിരുന്ന പ്രദേശമാണ്. അത് ഇന്ന് രാവിലെയോടുകൂടിയാണ് കാണുന്ന തെങ്ങ് ഉൾപ്പെടെയുള്ള മരങ്ങൾ താഴേക്ക് പതിച്ചത്. ഇത് റോഡിലേക്ക് വരുമെന്ന ആശങ്കയാണ്. ഒരു പക്ഷേ മഴ ഒന്നുകൂടി ശക്തിയായാൽ ഇതെല്ലാം കൂടി റോഡിലേക്ക് കുത്തിയൊലിക്കുന്ന ഒരു സംഭവമായിരിക്കും ഉണ്ടാവുക. അത് നാട്ടുകാരെല്ലാവരും ഇപ്പോൾ ഈ പ്രദേശത്തുണ്ട്. ഏതായാലും ഇപ്പോഴും മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴുന്നുണ്ട്. മഴയുടെ ശക്തി അല്പം കുറഞ്ഞതുകൊണ്ട് തന്നെ മറ്റു അനിഷ്ട സംഭവങ്ങളിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല. പക്ഷേ മഴ ഇനിയും കൂടുകയാണെങ്കിൽ ആ റോഡിലേക്ക് മണ്ണ് മുഴുവൻ ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതം